ഞാൻ രമ്യ ഗിരീഷ്, കാട്ടാക്കട മിസ് വേൾഡ് എന്ന ബ്യൂട്ടി പാർലർ ഒരു 12 വർഷമായി ഞാൻ നടത്തുകയാണ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഹെർബൽ സ്പായാണ്. അത് നമുക്ക് മുടി വളരുന്നതിനും അതുപോലെ തന്നെ ഒരു കെമിക്കൽ സാധനങ്ങളൊന്നും ഇടാതെ ഒരു ഹെർബൽ നമ്മുടെ സാധനങ്ങൾ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്രൂട്ട്സ്, പിന്നെ കരിക്ക്, അങ്ങനെ എല്ലാ നാച്ചുറലായിട്ടുള്ള എല്ലാ സാധനങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ആ ഹെർബൽ സ്പാ ചെയ്യുന്നത്. ആ സ്പാ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് മുടി കൊഴിച്ചിലും അതുപോലെ താരനുണ്ടെങ്കിൽ മാറും. മുടിക്ക് നല്ല ഒരു ആരോഗ്യം കിട്ടുന്നതാണ് ഈ ഹെർബൽ സ്പാ. ആദ്യം ഇത് നന്നായിട്ട് നമ്മുടെ മുടി നല്ലോണം നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഓയിൽ ചൂടാക്കി അതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഫുൾ നമ്മുടെ സ്കാൽഫിലും എല്ലായിടത്തും എണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരല്പസമയം ഒരു 15 മിനിറ്റോളം നമ്മൾ എണ്ണ നന്നായിട്ട് തേച്ചതിന് ശേഷം വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റീമർ വെച്ചിട്ടോ, അല്ലെങ്കിൽ സ്റ്റീമർ നമുക്ക് ഇല്ല എങ്കിൽ ഒരു നനഞ്ഞ നല്ല ചൂടുവെള്ളത്തിൽ ഒരു ടവലിട്ടതിന് ശേഷം അതെടുത്ത് ഫുൾ കെട്ടി വയ്ക്കണം ഒന്ന് മുടിയിൽ. അപ്പോൾ നമുക്കൊരു ആവി കിട്ടും. ആ ഒരു ചൂട് പിടിപ്പിച്ച ശേഷം തണുത്ത ശേഷമാണ് ഈ തലമുടി. അതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യണം. ഹെയർ വാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഏത് ഷാമ്പു ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഷാമ്പു ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലീനിങ് എഫക്റ്റ് കിട്ടുന്ന ഏതെങ്കിലും ഷാമ്പു ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഷാമ്പു ഉപയോഗിച്ച് നന്നായിട്ട് ആ എണ്ണയെല്ലാം കളഞ്ഞ ശേഷം ഇതുപോലെ ഒരു നല്ലോണം ഡ്രൈ ആക്കി മുടിയെ വയ്ക്കരുത്. കുറച്ച് ഒരല്പം ഒരു 50-60% നമ്മൾ തല തോർത്താവും. അത് കഴിഞ്ഞിട്ട് തോർത്താതെ ഇങ്ങനെ നല്ല നനവോടുകൂടെ തന്നെ മുടി വച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ആദ്യം നമ്മൾ കുറേ എല്ലാ ഫ്രൂട്ട്സും, നമുക്ക് ഏതൊക്കെ ഫ്രൂട്ട്സ് കിട്ടുമോ അതെല്ലാ ഫ്രൂട്ട്സും നമുക്കിതിന് ഉപയോഗിക്കാം. ഇത് എന്തായാലും മസ്റ്റായിട്ട് ബനാനയും കരിക്കും നമുക്ക് വേണം കറക്റ്റായിട്ട്. അതിൽ ബാക്കി എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഇതിനുപയോഗിക്കാം. ഉപയോഗിച്ച ശേഷം നന്നായിട്ട് ഒരു മിക്സിയിൽ വെച്ചിട്ട് ഇതിനെ അടിക്കണം. അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ച ശേഷം ഇങ്ങനെ ഒരു ഇതിൽ കിട്ടും. നന്നായിട്ട് അടിച്ച് എടുത്ത ശേഷം അത് നമുക്ക് ഇത് നമുക്ക് ഇതിലോട്ട് മുടിയിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചിട്ട് ഈ കുറച്ചൊരു നനവുള്ള മുടിയിൽ വേണം ഇത് തേച്ച് പിടിപ്പിക്കാനായിട്ട്. സ്കാൽഫിലും നമ്മൾ ഈ ഓരോ പോർഷൻ എടുത്തിട്ട് സ്കാൽഫിലും തേക്കുക. നമ്മുടെ മുടിയിൽ ഫുൾ നമ്മൾ തേച്ച് നന്നായിട്ടിങ്ങനെ പിടിപ്പിക്കും. നന്നായിട്ട് നമ്മൾ ഓരോ ലെയറും എടുത്ത ശേഷം മുടിയുടെ നമ്മുടെ നന്നായിട്ട് സ്കാൽഫിലും അതുപോലെ ഓരോ പോർഷൻ മുടിയിൽ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇത് ഓരോ ലെയറായിട്ട് തന്നെ നമ്മളെടുത്ത് നമ്മൾ മുടിയുടെ അറ്റം വരെയും ഫുൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതുപോലെ സ്കാൽഫിലും നമ്മൾ ഫുൾ ഈ ഉള്ളവരും അല്ലാത്തവരും ഫുൾ നന്നായിട്ട് തന്നെ ഇതിനകത്ത് തേച്ച് പിടിപ്പിക്കണം. ഒരു ഫ്രൂട്ട്സൊക്കെ ആയതുകൊണ്ട് ഒരു സ്മെല്ല് കാണും. അത് നോക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും. നമ്മൾ തേച്ച് നന്നായിട്ട് എത്ര സമയം എന്നതിനേക്കാളും എത്ര ഇതെടുത്ത് നന്നായിട്ട് ആ മുടിയിൽ ഫുള്ള് തേക്കുന്നതിലാണ് ഇരിക്കുന്നത്. ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നല്ലോണം ഈ സ്കാൽഫിലെല്ലാം നന്നായിട്ട് മസാജ് ചെയ്ത് ചേർത്താലേ ആ ഒരു ഇത് കിട്ടുള്ളൂ. എപ്പോഴും നമ്മൾ ഈ ഒരു നാച്ചുറൽ സ്പാ അല്ലെങ്കിൽ ഒരു ഹെർബൽ സ്പാ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാത്ത മുടിയിലാണെങ്കിൽ കുറച്ച് നല്ല എഫക്റ്റ് കിട്ടും. പിന്നെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തവർക്ക് ഒരു 6 മാസം എന്തായാലും ഇത് ചെയ്യരുത്. അല്ലാണ്ട്
നമ്മുടെ സാധാരണ കെമിക്കലൊന്നും ചെയ്യാണ്ട് കിടക്കുന്നത് നമ്മൾ സാധാരണ മുടിയിലാണെങ്കിൽ എല്ലാം എപ്പോഴും ചെയ്യുക, ഒരു പ്രശ്നമില്ല. ഒരു 2 ആഴ്ച വെച്ചിട്ടൊക്കെ നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല റിസൾട്ട് കിട്ടും. ഇങ്ങനെ ഫുൾ തേച്ച മുടിയിൽ നന്നായിട്ട് നമ്മളൊരു 15 മിനിറ്റ്, ഒരു 15 മുതൽ ഒരു 20 മിനിറ്റ് വരെ നമ്മളത് റെസ്റ്റ് ചെയ്യണം. റെസ്റ്റ് ചെയ്യുമ്പോൾ ഫുൾ നമ്മൾ ഇതിൻ്റെ ഒരു എസൻസ് എല്ലാം നമ്മുടെ സ്കാൽഫിലെല്ലാം പിടിക്കും. ആ ഒരു സമയമാകുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്റ്റീം കൊടുക്കുക. നമ്മൾ ഒരു സ്റ്റീം ഇപ്പോൾ വരാൻ തുടങ്ങി, സ്റ്റീം വെച്ച് നന്നായിട്ട് ആ മുടിയിൽ ഒരു സ്കാൽഫിലും എല്ലാം ഒന്ന് നമ്മൾ ആവി നന്നായിട്ടൊന്ന് കൊടുക്കണം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് വാഷ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇത് ഫുൾ നമ്മുടെ ആ സ്കാൽഫിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ, ആവി കൊള്ളുമ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു ക്രീമെല്ലാം നമ്മുടെ സ്കാൽഫിലോട്ട് അബ്സർവ് ചെയ്യും. ഒരു 2-3 മിനിറ്റൊക്കെ നമ്മൾ നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റോളം നമ്മൾ ആവി നന്നായിട്ട് കൊടുത്താൽ മതി. ഒരു സ്കാൽഫിൽ ഫുള്ളൊന്ന് നല്ലോണം പിടിച്ച ശേഷം നമുക്ക് സ്റ്റീമർ ഒന്ന് മാറ്റി കൊടുക്കാം. നല്ലോണം ആവി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. സ്കാൽഫെല്ലാം നമുക്ക് ആ ഒരു തേച്ച ഒരു ഇതുപോലും എല്ലാ കാര്യവും എല്ലാം നന്നായിട്ട് അബ്സർവ് ചെയ്തിട്ടുണ്ട് ആ മുടിയിലെല്ലാം. ഇത് കഴിഞ്ഞ് ഒരു നല്ല ചൂടായിരിക്കും തല, ആ സമയത്ത് നമ്മൾ വാഷ് ചെയ്യാൻ പാടില്ല. ഒരു അല്പസമയം കഴിഞ്ഞൊരു 10 മിനിറ്റെങ്കിലും നമ്മളത് റെസ്റ്റ് കൊടുക്കണം. അപ്പോൾ കൊടുക്കുമ്പോൾ തല ഒന്ന് തണുത്ത ശേഷം നമുക്ക് സാധാരണ നോർമൽ വാട്ടറിൽ തന്നെ കഴുകാം. കഴുകുന്ന സമയം നമ്മൾ ഒരു മുട്ടയുടെ വെള്ളയോ എന്തെങ്കിലും വെച്ച് കഴുകി കളഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്മെല്ലൊക്കെ അങ്ങ് മാറും. ഒരിക്കലും നമ്മൾ ഇത് ചെയ്ത ശേഷം വാഷ് ചെയ്യുമ്പോൾ ഷാമ്പു ഉപയോഗിക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ സാധാരണ ഹെർബൽ സ്പായാണ് ഇത് ചെയ്തത്. അപ്പോൾ ഹെർബൽ സ്പാ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വാഷ് ചെയ്യുമ്പം മുട്ടയുടെ വെള്ളയോ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് കഴുകി കളഞ്ഞാൽ മതി. ഒന്നും ക്ലെൻസിങ് എഫക്റ്റുള്ള ഒരു സാധനം ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ വാഷ് ചെയ്ത ശേഷം നമ്മൾ തോർത്ത് വെച്ചിട്ട് തന്നെ നന്നായിട്ട് തോർത്തി കളയുക, അല്ല വെള്ളം ഡ്രൈ ആക്കുക, അല്ലാണ്ട് ഹെയർ ഡ്രയർ ഉപയോഗിക്കരുത്. ഈ ഹെർബൽ സ്പാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല എഫക്റ്റാണ്. പ്രോമിസ് ഞാൻ പറയുകയാണ്. നന്നായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. കാരണം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഇൻഗ്രീഡിയൻസാണ് ഇതിനുള്ളത്. നമ്മൾ വീട്ടിൽ തന്നെ ഇത് ഫുള്ള് നമ്മൾ കിട്ടുന്ന സാധനങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്തു നോക്കാൻ പറ്റും. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഇതാണ് ഹെർബൽ സ്പാ. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.